കുറ്റിപ്പുറം പഞ്ചായത്തിലെ ഒരു 1-ാം വാർഡ് എടുക്കുകയാണെങ്കിൽ ആ 1-ാം വാർഡിലെ മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ, അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരാൾ, അവിടെയുള്ളൊരു സാമൂഹ്യ പ്രവർത്തകൻ, കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ, ഇങ്ങനെ ഒരു ആ പഞ്ചായത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിൽ ഞങ്ങളുടെ പാരാലീഗൽ വളരെ ഉപയോഗിച്ച് അവിടെ സർവേ നടത്തി. ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലാണ് ഹോട്ട്സ്പോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു വാർഡ് എടുക്കുകയാണെങ്കിൽ അവിടെ ഏതൊക്കെ കടകളിൽ ഈ സംഗതി നിൽക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഏതെല്ലാം ഇപ്പോൾ എന്താ പറയുക, ഈ പുഴയുടെ അരിയിൽ അല്ലെങ്കിൽ ആരും എത്തപ്പെടാത്ത മേഖലകളിൽ ഇവിടെയൊക്കെ പല സ്ഥലത്തും ഇതുമായി ബന്ധപ്പെട്ട് സംഗതികൾ നടക്കുന്നുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർക്കറിയാം. പലർക്കും ഒരു പേടിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രശ്നക്കാരനായി അവരെന്തെങ്കിലും ചെയ്യുമോ, ഇനി പോലീസിനെ അറിയിച്ചാൽ പോലീസ് യോദ്ധാവിൽ പറയുന്നു നിങ്ങളുടെ വിവരം പുറത്തു വിടിയിലാണ്, ഇനിയിപ്പോൾ എൻ്റെ വിവരം ചെന്നാൽ അവർ പുറത്തു വിട്ടാൽ നാളെ അവർ എനിക്കത് വല്ലതും ചെയ്യും എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് ഭയങ്കര പേടി. അപ്പം ഇങ്ങനെയുള്ളത് കണ്ടെത്തി ആദ്യം വാണിജ്യം കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ സംഗതി ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും എൻഫോഴ്സ്മെന്റിലേക്ക് ഞങ്ങൾ എത്തിക്കും. കാരണം ഞങ്ങളെ കൂടെ എക്സൈസും പോലീസും എല്ലാം ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ പലതും ചിലപ്പോൾ വാണിജ്യം ഇല്ല എങ്കിൽ തീർച്ചയായും അവരെ അതിൻ്റെതായ രീതിയിൽ ഞങ്ങൾ എൻഫോഴ്സ് വിഭാഗത്തിലേക്ക് എത്തിക്കും. അപ്പോൾ ഈ രീതിയിൽ മൊത്തം പഠിച്ചിട്ട് ഈ ഒക്ടോബർ 2 ഏകദേശം 6 മാസത്തെ പ്രൊജക്റ്റാണ്. അതോടുകൂടി ഒരു പഞ്ചായത്തിൽ ഒരു വാർഡെങ്കിലും ലഹരിയുക്ത വാർഡാക്കി മാറ്റാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ വെറുതെ ഇങ്ങനെ ലഹരിമുക്തമായി കുറേ ചങ്ങല നടത്തിയിട്ടോ യാത്ര നടത്തിയിട്ടോ ഒരു കാര്യമില്ല. മിനിമം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പഞ്ചായത്തിലെ ഈ പ്രോഗ്രാം കൊണ്ട് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാം കൊണ്ട് കുറ്റിപ്പുറം പഞ്ചായത്തിലെ ഒരു വാർഡെങ്കിലും നമ്മൾ ലഹരി മുക്തമാക്കാൻ ശ്രമിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിജയം. അപ്പം അതിന് ഈ പറയുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഈ ഒരു സംരംഭം വിജയിക്കട്ടെ. അതിനെല്ലാം മലപ്പുറം ജില്ലാ നിയമന സേവന അതോറിറ്റിയുടെ സെക്രട്ടറി എന്നതിൽ DLS എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആൾക്കാരുടെ ഒരു പ്രായപരിധി അതിന്റെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച്, അതായത് ഹൈസ്കൂൾ പ്രായമാണ് പറഞ്ഞത്. ഹൈസ്കൂൾ പ്രായത്തിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈസ്കൂൾ പ്രായത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രായം തന്നെ 13 to 16 വയസ്സിൻ്റെ ഉള്ളിലാണ് ആ പ്രായം. അത്രയും ചെറിയ കുട്ടികൾ ഈ ലഹരിയിലേക്ക് പോകുന്നുണ്ടെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഇവിടെ വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിലും കോളേജുകളിലും ഇങ്ങനെയുള്ള ലഹരി വിരുദ്ധ, അതായത് മയക്കുമരുന്ന് വിരുദ്ധ ഒരു നടത്താറുണ്ടായാൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കാറുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. സാറ് പറഞ്ഞു വിമുക്തി എന്നാണ് അതിൻ്റെ പേര്. വിമുക്തി ആൻറ്റി നാർക്കോട്ടിക് ക്ലബ്ബുകൾ എല്ലാ സ്കൂളിലും ഉണ്ട്. ഞാനിപ്പോൾ സാറ് ചോദിച്ചതിനാൽ തിരിച്ചൊരു ചോദിക്കുകയാണ്. നമുക്ക് പറയാം പ്ലാസ്റ്റിക്, നമ്മളെല്ലാവരും പ്ലാസ്റ്റിക് വിമുക്ത വാർഡുകളും ഒക്കെ പ്രഖ്യാപിച്ചു. ഇപ്പോഴും നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നോക്കിയാൽ ഇവിടെ കിടക്കുന്നത് ഹാൻഡ്സിൻ്റെ പാക്കറ്റ്. അപ്പോൾ ഈ രീതിയിൽ ഇത് എത്ര ചെയ്താലും ഇത് എവിടെ നിന്ന് ഉണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് തോന്നണം. അല്ലെങ്കിൽ ഇപ്പോൾ പല വാർഡുകളൊക്കെ ഇപ്പം ലഹരി വിമുക്ത വാർഡായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്ന പോലെ കുറച്ച് മുന്നേ ഏകദേശം 1-2 കൊല്ലം മുന്നേ നമ്മളൊക്കെ ചെയ്തിരുന്നായിരുന്നു പ്ലാസ്റ്റിക് വിമുക്ത വാർഡുകൾ. പലരും പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ സ്കൂളൊക്കെ ഗ്രീൻ സ്കൂളാണ്. അവിടെ മൊത്തം വേസ്റ്റാണ്, പ്ലാസ്റ്റിക്കാണ്. കുട്ടികളുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ കഴിക്കുന്ന സിപ്പപ്പ് അങ്ങനെയുള്ളതൊക്കെ. പക്ഷെ ഇത് എന്താ ഇതാക്കുന്നവരുണ്ട്. ഞാൻ എല്ലാവരും എല്ലാം പറയുന്നത് കുട്ടികളൊക്കെ നമ്മൾ പറയും ഒരു മിഠായി തിന്നു കഴിഞ്ഞാൽ അത് താഴത്തിടുക. പക്ഷെ ഇതേ ആളിനെ ഫൈനോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ എവിടെ കുട്ടി പോയാലും അത് ചെയ്യൂല. കുട്ടിയല്ല, നമ്മളല്ല. അപ്പൊ അത് നജീബ് പറഞ്ഞ പോലെ അങ്ങനെ അവിടെ അങ്ങനെ മതി എന്നാ ശരി, ആ രീതിയിലേക്ക് മാറുന്നതുകൊണ്ടാണ് സ്കൂളുകളിൽ നന്നായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. സ്കൂളിൽ ഇതിന് വേണ്ട എല്ലാ ക്ലബ്ബുകളും എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. പക്ഷേ ഈ റീൽസിലൂടെ അവരെ പിടിക്കാൻ പറ്റും. അവരെടുക്കുന്ന നല്ല റീൽസുകൾ ആ റേഞ്ചിലേക്ക് കുട്ടികളെ ലെവലിലേക്ക് അധ്യാപകർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിൽ രാസലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട്. അത് സമൂഹത്തിൽ വരുന്ന ഇമ്പാക്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രത്യാഘാതം എത്രമാത്രം വരുന്നു, അത് ഈ ഗവൺമെൻറ് തലത്തിലുള്ള മേഖലയിൽ എങ്ങനെ വിവക്ഷിക്കാം, അതിനെന്ത് പരിഹാരങ്ങൾ എല്ലാം കഴിയും. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി പാലിയേറ്റീവ് മേഖലയിൽ ഇവരെ നമുക്ക് കൈകോട്ട് കൊണ്ടുവരാൻ അങ്ങനെ കഴിയും എന്ന രീതിയിൽ അതായത് ഇന്നത്തെ പുതിയ തലമുറയെ രാസലഹരി എങ്ങനെ ബാധിക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ നമുക്ക് കുട്ടി
ശാസ്ത്രീയമായി പറയുന്ന ഒരു 20-21 വയസ്സ് വരെയാണ് സാധാരണ ഒരു ബുദ്ധി വികാസം പൂർണ്ണമായി സംഭവിക്കുന്നത്. അതുവരെ നമ്മളൊരു വളർച്ചയുടെ ഘട്ടത്തിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണുന്ന നമുക്കത് ചെയ്യാം, നമുക്ക് പൂർണ്ണമായും നമുക്ക് ശരിയേത് തെറ്റേത് നമുക്ക് അറിയില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളെ പല കാര്യങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. സിനിമകൾ സ്വാധീനിക്കുന്നുണ്ട്, വീട്ടിലെ സാഹചര്യങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റുപാടുകൾ സ്വാധീനിക്കുന്നുണ്ട്, കൂട്ടുകാർ സ്വാധീനിക്കുന്നുണ്ട്. ഇങ്ങനെ പല സ്വാധീനത്തിൽപ്പെട്ട് അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നേരത്തെ വേദിയിൽ തന്നെ പറഞ്ഞു. പണ്ട് ഒരു പുറവലിക്കുകയാണെങ്കിൽ വീട്ടുകാരുടെ മുന്നിൽ മക്കളുടെ മുന്നിൽ നമ്മൾ പുറവലിക്കുകയായിരുന്നു. ഇന്ന് അതൊക്കെ സ്റ്റാറ്റസിന്റെ സിമ്പിളായി പോയി. ഒരു മറ്റേ ചടങ്ങുകൾ പോലും, ഒരു വീട്ടിലെ കല്യാണ ചടങ്ങിൽ പോലും മദ്യം വളർത്തുന്നൊരു സ്റ്റാറ്റസ് ആയി പോയി. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്വയം വിലയിരുത്തണം, നമ്മുടെ ഭാഗത്ത് എന്ത് തെറ്റുന്നുണ്ട്, നമ്മളാണ് അവർക്ക് വഴി കാണിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആദ്യം നമ്മൾ വേണം. നമ്മൾ ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പറ്റില്ല എങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഒരു കുട്ടികൾ കാണാതെ, അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്നൊരു സങ്കല്പം കുട്ടികൾക്ക് വരണമെങ്കിൽ അവര് കുട്ടിക്കാലത്തെ ഹീറോ അവരുടെ അച്ഛനമ്മയും തന്നെയാണ്, വേറെ ആരുമല്ല. അവര് സിനിമ കാണെങ്കിലും അവരുടെ ഏറ്റവും വലിയ ഹീറോ അവരുടെ അച്ഛനും അവരുടെ അമ്മയാണ്. അവർ കാണിക്കുമ്പോൾ ശരി എന്നൊരു ബോധം അവർക്കുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യങ്ങൾ കൂടെയാണ് ഈ ചെറിയ പ്രായത്തില് കുട്ടികളെ ലഹരി ഉപയോഗിക്കുന്നത്. അതുപോലെയല്ല, ഞാനൊക്കെ ഒരു 10-12 വയസ്സുണ്ടായിരുന്ന സാഹചര്യം, അല്ലെങ്കിൽ നമ്മളൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യം അല്ല ഇന്നത്തെ കുട്ടികൾ. നല്ല സമ്മർദ്ദമുള്ള കാലം. നമുക്ക് തന്നെ എന്താ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ നേരെ ഡിഗ്രി പോകും. ഡിഗ്രി അപ്പൊ നമ്മൾ ആലോചിക്കും ഏതാ ഡിഗ്രി. ഇന്ന് 9ാം ക്ലാസോ 8ാം ക്ലാസോ പഠിക്കുന്ന കുട്ടി ആലോചിക്കുക നാളെ എനിക്കെന്ത് കോഴ്സ് വേണം എന്നുള്ളത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു സ്ട്രെയിൻ കൂടിയ കാലമാണ്, എന്താ പറയാ, സമ്മർദ്ദം കൂടിയൊരു കാലം. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലരും ഇത്തരം ലഹരികൾ പെടുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ കുട്ടികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അന്നൊക്കെ നമ്മുടെ ഗ്രാമത്തിനപ്പുറത്ത് നമുക്കൊരു സുഹൃത്തുബന്ധം നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇന്നതല്ല, ഇന്ന് കുട്ടികൾക്ക് തിരുവനന്തപുരമോ കാസർഗോഡോ ഒരു ബന്ധം ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ സൈറ്റുകളുണ്ട്. അല്ലെങ്കിൽ പണ്ട് മദ്യവും മറ്റു ലഹരി ഉപയോഗിച്ചുള്ളത് വളരെ കാലമെടുത്ത് നമുക്ക് അഡിക്റ്റ് ആവുന്നത്. ഒരു രാസലഹരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ മാസങ്ങൾ, 1-2 മാസം കൊണ്ട് തന്നെ നമ്മൾ ലഹരിക്ക് അടിമയാവുന്ന ഒരു കാര്യത്തിലാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ഒരു അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവർക്ക് ആ സാധനത്തിന് വേണ്ടി പൈസയ്ക്ക് ആവശ്യം വരും. പൈസയ്ക്ക് വേണ്ടി അവർ എന്തും ചില കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികളെ കോടതിയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. ഈ കുട്ടികളെ നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് അവരിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഈ കുറ്റിപ്പുറം ഈ പറഞ്ഞ 6 സ്കൂളുകളിൽ അതിന്റെ സക്സസ് നമ്മൾ കണ്ടതിന് ശേഷം ഇപ്പൊ പൊന്നാനി ഭാഗങ്ങളിലേക്ക് കൂടി അത് വ്യാപിച്ചു. തൃക്കാവ്, പൊന്നാനി MI ഹൈസ്കൂള്, AV ഹൈസ്കൂള് പോലുള്ള സ്കൂളുകളിലേക്ക് കൂടി അത് വ്യാപിച്ചു. 12ഓളം സ്കൂളുകളിൽ നിന്ന് എല്ലാ മാസം കുട്ടികൾ ഇത്തരത്തിലുള്ള ട്രെയിനേഴ്സ് വന്ന് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അതോടൊപ്പം ഇത്തിരി സ്നേഹവും കരുണയുള്ള മക്കളായിട്ട് അവരെ മാറ്റിയെടുക്കും. കുറ്റിക്കാവിനൂർ സെൻട്രൽ ജയിലിൽ ഗവൺമെന്റ് ഇല ഫൗണ്ടേഷനെ ഏൽപ്പിച്ചിട്ടുള്ള അവർക്ക് ആളുകളുടെ പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. അവിടെ നാടക ക്യാമ്പ് നടത്തി. നമ്മൾ ഒരു കയ്യെഴുത്ത് മാസിക ഉണ്ടാക്കി. ഒരുപാട് മാറ്റങ്ങൾ. 3 ദിവസത്തെ നാടക ക്യാമ്പ് അവിടെ നടന്നു. വലിയ കൊലപ്പുള്ളികൾ എന്ന് പറഞ്ഞ മനുഷ്യരൊക്കെ വളരെ നല്ല മനുഷ്യരായിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് വിനയത്തോടെ നിൽക്കുക. എനിക്ക് ഉറപ്പാണ് അവർ പുറത്തിറങ്ങി ഒരു കുറ്റകൃത്യത്തിലേക്ക് പോകില്ല. 3 ദിവസം ജോധ്പൂരിലുള്ള അബീഷ് എന്ന് പറയുന്ന ഒരു മലയാളിയെ നമ്മൾ സുഹൃത്ത് വന്ന് 3 ദിവസം അവരോടൊപ്പം ചെലവഴിച്ച് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഇപ്പൊ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നമ്മൾ കളിമണ്ണുമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു തെറാപ്പി നടത്തി. വിയ്യൂർ സെൻട്രൽ ജയിലിൽ 3 ദിവസത്തെ പരിപാടിയാണ്. അതിനെ പറ്റിയ ആർട്ടിസ്റ്റുകളുണ്ട്, അവരത് ചെയ്യും. ആ ആർട്ടിസ്റ്റുകളും കഞ്ചാവ് വലിക്കാത്തവരും പീടി വലിക്കാത്തവരും ആവും എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ ഈ പണിയത്. അപ്പൊ ഞാൻ എന്നോട് പറയുന്ന സംഭവം എന്റെ സ്വന്തം സഹോദരങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നു. ഇത്തിരി ഉയരത്തിലായി പോയെന്നേ ഉള്ളൂ. എന്നെ ഞാൻ ശ്രദ്ധിക്കുക എന്നുള്ളൊരു പണിയാണ്. എന്റെ പോരായ്മകളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ കുറവുകൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനെങ്ങനെ ഒരു ദിവസമെങ്കിലും അതിനെങ്ങനെ പത്തി വിടർത്താൻ അനുവദിക്കാതെ കുറച്ചും കൂടി നന്നായി ഉറങ്ങാൻ പറ്റും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക്. ഈ പാലിയേറ്റീവ് എന്ന് പറയുന്നത് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സ്നേഹവും കരുണയും അനുകമ്പയും ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സംഗതിയാണ്. എന്തുകൊണ്ടൊരു ദിവസം നമുക്ക് അതിനു വേണ്ടി മെനക്കെട്ടൂടാ? 3 ദിവസമാണ് WHO സർട്ടിഫിക്കേഷനോട് കൂടിയുള്ള 3 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിൽ 3 ദിവസം പങ്കെടുക്കാൻ നമുക്ക് സമയമില്ല. അതിൽ പങ്കെടുക്കണം. അതിൽ പങ്കെടുത്താൽ അറിയാം ഒരു രോഗിയെ എങ്ങനെ ശുശ്രൂഷിക്കേണ്ടത്. ഡോക്ടർമാരാണ് സാധാരണഗതിയിൽ അനാട്ടമി പഠിക്കുന്നത്. നമുക്ക് പഠിക്കാൻ പറ്റും എന്താണ് നമ്മുടെ ശരീരത്തിന്റെ ഘടന.
ഒരു ഭൂമിക്ക് ചുറ്റും 2 തവണ ചുറ്റാൻ മാത്രമുള്ള നാഡീവ്യൂഹങ്ങൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. അതിൽ 1 സെന്റിമീറ്റർ എവിടെയോ ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുമ്പോൾ കോശങ്ങൾ ചത്തുപോയി അവിടെ പുഴുക്കൾ അയച്ചു വരുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. ഇത് പഠിക്കണമെങ്കിൽ അതിന് പോകണം. അത് പോയി മനസ്സിലാക്കുമ്പോഴേ ഞാൻ എത്രമാത്രം അമൂല്യമായ ഒരു ജീവിയാണെന്ന് മനസ്സിലാവുള്ളൂ. അതിന് ഏറ്റവും നല്ല സംവിധാനം ഇത് തന്നെയാണ്. ഒരു കിടപ്പിലായ ഒരു മനുഷ്യന്റെ അടുത്ത് പോവുക, അയാളൊന്ന് തൊടുക, അയാളടുത്ത് ഒന്ന് ഇരിക്കുക, ഒന്ന് ചിരിക്കാൻ പറ്റുക. അത് നല്ല പരിശീലനം ആവശ്യമുണ്ട്. എളുപ്പമല്ല. ഡോക്ടറാവാം, IAS ഓഫീസർ ആവാം, ഏത് തരത്തിലുള്ള കച്ചവടക്കാരനാവാം, എന്തും ആവാം. പക്ഷെ ഇങ്ങനെ തിരിച്ചറിയുന്ന ഒരു മനുഷ്യനാവാനുള്ള പെടാപ്പാട് ചെറുതല്ല എന്ന് സ്വയം മനസ്സിലാക്കിയിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കുട്ടികൾ അതിന് പറഞ്ഞേക്കണം, അതിലേക്ക് പോകണം. ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ. മഹല്ല് സംവിധാനങ്ങളുണ്ട്, പള്ളി കമ്മിറ്റികളുണ്ട്, അമ്പലം. എന്തുകൊണ്ട് എല്ലാവർക്കും കൂടി ഒന്ന് ഒരുമിച്ച് ഇരുന്നൂടാ? എല്ലാ പാർട്ടി പ്രതിനിധികളും. എനിക്ക് തോന്നുന്നത് മുജീബിനോട് ഇത് പറയാനുള്ളത്, നമ്മൾ ഇവരെല്ലാവരെയും വിളിച്ചിരുത്തണം. സമാധാനത്തിൽ മതി. വെറുതെ ധൃതി പിടിച്ചൊരു റിസൾട്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. എല്ലാ പ്രതിനിധികളും കൂടി ഇരിക്കട്ടെ, ഒരു റൂമിനകത്ത് ഒരുമിച്ച് ഇരിക്കട്ടെ. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരുമിച്ച് നമ്മുടെ നാട്ടിലെ ഒരു വിപത്തിനെതിരെ നമ്മളിതാ ഒരുമിച്ച് നിൽക്കുന്നു. അപ്പൊ അതിലൂടെ നമുക്ക് പലതും ചിന്തിക്കാൻ പറ്റും, പല അഭിപ്രായങ്ങൾ വരും. അപ്പൊ അത് സ്വീകരിച്ചുകൊണ്ട് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതി നമുക്ക് തയ്യാറാക്കാൻ പറ്റും. എങ്കിൽ ഈ യുദ്ധത്തിന് ഒരു കാര്യമുണ്ട്. ഇത് നമ്മളിങ്ങനെ കുറെ അങ്ങാടിയിൽ ഒരു കവല പ്രസംഗം നടത്തി അല്ലെങ്കിൽ കുറെ ആളുകൾ ഇരുന്ന് സംസാരിച്ച് പോകും. പ്രാക്ടിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസൾട്ട് ഉണ്ടാവുന്ന കാര്യത്തിൽ നമുക്ക് അനുഭവങ്ങളുണ്ട്. അപ്പൊ പാലിയേറ്റീവ് എന്ന് മാത്രമല്ല, പരസ്പരം എന്തുകൊണ്ട് വീട്ടിലൊരു പലഹാരം ഉണ്ടാക്കിയ കുട്ടികളുടെ അടുത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് കൊടുത്തു വെച്ചൂടാ? അപ്പുറത്തെ ഒരാൾ സുഖമില്ലാതെ കിടക്കുന്നത് പാലിയേറ്റീവ് ഒന്നും വേണമെന്നില്ല അതിന്. അപ്പുറത്തെ വീട്ടിലൊരാൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ മക്കളെ കൈ പിടിച്ച് പോകണം, അവരെടുത്ത് പോയി ഇരിക്കണം. സുഖമില്ലാത്ത ആളാണ്. പിന്നെ എത്രയോ അമ്മമാരെയും അച്ഛന്മാരെയും അസുഖം വരുമ്പോൾ എവിടെ കൊണ്ടാക്കണം എന്ന് ചോദിച്ചു വരുന്ന മനുഷ്യരുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് കൊടുന്നുകൂടാ? നമ്മുടെ മക്കളെ കൂട്ടി അവരെ കുളിപ്പിച്ചു കൊടുക്കണം, അവരെ നമ്മൾ ശുശ്രൂഷിക്കണം, അവർക്ക് മരുന്നെടുത്ത് കൊടുത്ത് നമ്മുടെ കുട്ടികൾ കാണണം. ഇതേ വഴിയുള്ളൂ, വേറെ ഒന്നും വഴിയില്ല. 100% ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത് ചെയ്യാം. നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ഒരാളുണ്ടെങ്കിൽ അത് അറപ്പോട് കൂടി കാണില്ല. കുട്ടികൾ അവർക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് പോട്ടെ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരു ഉമ്മ കൊടുത്തിട്ട് പോട്ടെ. സ്കൂളിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴത് കെട്ടിപ്പിടിക്കട്ടെ. കുട്ടികളുടെ ഉള്ളിൽ തോന്നണം 4.5 മണിക്കൂർ സ്കൂൾ വിട്ടാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും വിഷമിക്കും എന്ന ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടാവണം. അത് ആ നിർഭയത്വം ഉണ്ടാവുമ്പോഴേ കുട്ടികൾ നന്നാവും. വേറെ എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല. നമ്മളിരിക്കുന്ന മുഴുവൻ ആളുകളും പറഞ്ഞത് കുട്ടികളെ കുറിച്ച് മാത്രമാണ്. കുട്ടികളാണ് ഇതിന്റെ പ്രശ്നക്കാരെന്നുള്ളത്. UAE-യിൽ ഒരു നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ, ഇതുപോലെയുള്ള ഒരുപാട് ഡ്രഗ് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എന്നെ കാണാൻ വരുന്ന 99% ആളുകളുടെയും കുട്ടികളിൽ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ കുട്ടികൾ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കളിസ്ഥലങ്ങൾ ഇല്ലാതായത് എന്നു മുതലാണോ അന്നു മുതലാണ് കുട്ടികൾ ഒതുങ്ങി പോകാൻ കാരണമായത്. ഈ കളിസ്ഥലങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത് തന്തവൈബെന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന നമ്മൾ തന്നെയാണ്. കുട്ടികളല്ല ഇതിന് കുറ്റക്കാർ. മാർക്കോ മൂവി ഇറങ്ങിയ സമയത്ത് ആ സിനിമ കാണാൻ പോകുന്ന യുവാക്കളെ കുറിച്ച് ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലും പോസ്റ്ററുകൾ കണ്ടു. ആ മാർക്കോ മൂവി നിർമ്മിച്ചതാണ്, അതിൽ അഭിനയിച്ചതാണ്. അത് 2K കിഡല്ല, ന്യൂ ജനറേഷൻ അല്ല. ഈ തന്തവൈബെന്ന് നമ്മൾ വിളിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഈ അടുത്ത കാലത്ത് കുറ്റിപ്പുറത്ത് ക്ലീൻ കുറ്റിപ്പുറം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഞാൻ അതേപോലെ തന്നെ നിയമസഭയിലുണ്ട്. ഈ 2 സ്ഥലങ്ങളിലാണ് ഞാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു അവസ്ഥ മനസ്സിലാക്കിയത്. ഞാൻ എൻ്റെതായ രാഷ്ട്രീയം എനിക്കുണ്ട്, എന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നു, നിയമസഭയിൽ നമ്മൾ കണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കുറ്റം പറയുന്നു. നിങ്ങളുടെ ആളുകളാണ് ഇവിടെ ഡ്രഗ് വിതരണം ചെയ്യുന്നത്. മറ്റൊരു കുറ്റം പറയുന്നു, എന്നാൽ നിങ്ങളാണ് ഡ്രഗ് വിതരണം ചെയ്യുന്നത്. ഞാൻ ഒരു മാർക്സിസം എന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്റെ കുട്ടിക്ക് ഒരു മാർക്സിസം എന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഡ്രഗ് കൊടുക്കുന്നത് കൊടുത്താൽ ഞാനത് അംഗീകരിക്കില്ല. ക്ലീൻ കുറ്റിപ്പുറം എന്ന് പറയുന്ന കുറ്റിപ്പുറത്തെ യുവാക്കളല്ലാത്ത ആളുകളുള്ള ആ ഗ്രൂപ്പിൽ അതിൽ ആളുകൾ പരസ്പരം പോരടിക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാരാണ് നൽകിയത്, നിങ്ങളുടെ പാർട്ടിക്കാരാണ് നൽകിയത്. ഞാൻ ചോദ്യക്കാരനായ ഒരു ആളുടെ കുട്ടിക്ക് കോൺഗ്രസ്സുകാരനായ ഒരു പ്രതിനിധി ഡ്രഗ് കൊണ്ടുവന്ന് കൊടുത്താൽ നിങ്ങൾ അതിന് അംഗീകരിക്കുമോ? അല്ലെങ്കിൽ BJP-കാരനായ നിങ്ങളുടെ മോൻക്ക് ഒരു BJP-കാരനായ ഒരാൾ കൊണ്ടുവന്ന് കൊടുത്താൽ നിങ്ങൾ അംഗീകരിക്കില്ല. ഇവിടുത്തെ യുവാക്കളെ എല്ലാം കുറ്റം പറയേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്ന് എന്നു മുതലാണോ നമ്മൾ നോ പറയാൻ തുടങ്ങിയത്? കുട്ടികളെ എന്ത് കാര്യം എന്ന് പറഞ്ഞാലും, ഞാൻ മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ കുട്ടികൾ ഒരു ആവശ്യമെന്ന് പറഞ്ഞാൽ
നമ്മൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആദ്യം നോ പറയും. 24 വയസ്സുള്ള ഒരു ആൺകുട്ടി ഞാൻ വിദേശത്ത് പോയി പഠിക്കട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഓക്കെ നീ പോയി പഠിച്ചോ. അതേ 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിക്കുന്നതിന് മുന്നേ എനിക്ക് വിദേശത്ത് പോയി പഠനം നടത്തണമെന്ന് പറഞ്ഞാൽ ഇതിലിരിക്കുന്ന 99% രക്ഷിതാക്കളും പറയും പോവാൻ പറ്റില്ല. കാരണം നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പെൺകുട്ടി പുറത്തു പോയാൽ അവൾ നശിച്ചു പോകും. നമ്മൾ അങ്ങനെ മനസ്സിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുട്ടികളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് കുട്ടികൾ വഴിപിടിച്ചു പോകുന്നത്. ഇവർക്ക് നഷ്ടപ്പെട്ടതിന് തിരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇന്ന് മാത്രമല്ല ഇവിടെ ഡ്രഗ് ഇത്ര വിപുലമായത്. വർഷങ്ങൾക്ക് മുന്നേ കലാലയങ്ങളിൽ കഞ്ചാവ് ഒരുപാട് സുലഭമായി കിട്ടിയിരുന്നു. ഈ ഇരിക്കുന്ന പല ആളുകൾക്കും അറിയാം. അല്ലാതെ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല MDMA മിത്ത് പോലെയുള്ള സാധനങ്ങൾ. ഇതിൽ പൊസിഷൻ ഉണ്ട്. കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞത് കൊണ്ട് മാത്രം ഈ നാട്ടിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ഇരിക്കുന്നവർ മുഴുവൻ പറഞ്ഞത് കുട്ടികളെ എല്ലാം ഇതിന് കുറ്റക്കാരെന്നാണ്. പക്ഷെ ചോദ്യങ്ങൾ മുഴുവൻ കുട്ടികൾ തന്നെയാണ് കുറ്റക്കാരെന്നുള്ള ആ ഒരു പ്രെജുഡിസം വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവർക്ക് നഷ്ടപ്പെട്ട കളിക്കളങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി ഇവിടെ ഡ്രഗ് സപ്ലൈ ചെയ്യുന്നത് ഇവിടുത്തെ തന്തവൈബുകളാണ്, കുട്ടികളല്ല. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. ന്യൂ ജനറേഷൻ കിഡ് അല്ല, 2K കിഡ്സ് അല്ല. കുട്ടികളെ കുട്ടികളായി മനസ്സിലാക്കി നോ പറയേണ്ടതിനോട് മാത്രം നോ പറഞ്ഞ് യെസ് പറയേണ്ടതിനോട് യെസ് പറഞ്ഞ് കുട്ടികളോട് കൂടെ നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു. കൃത്യമായി നമ്മൾ അവരെ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അവർ നമ്മളെ വിളിച്ച് കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഇത്തിരി സ്നേഹമുള്ള അച്ഛനും അമ്മയൊക്കെയുള്ള വീടാണെങ്കിൽ കുട്ടികൾ നമ്മുടെ അടുത്ത് നിന്ന് സാധാരണ പതിവിൽ നമ്മുടെ അടുത്ത് നിന്ന് മാറി നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടോ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിൽ അവരെന്ത് ചെയ്യുന്നു? ആ സമയത്ത് ഉറങ്ങാൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നിരീക്ഷിക്കാൻ നിൽക്കേണ്ടതില്ല. അതൊരു വലിയ പ്രശ്നമാവും. നമ്മളങ്ങനെ അവരെ നിരീക്ഷിക്കാനൊന്നും നിൽക്കണ്ട. നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് മാറ്റി നമ്മൾ കുറച്ച് സമയം സന്ധ്യ ഞാൻ മിക്കവാറും എൻ്റെ വീട്ടിലിറക്കുന്ന കുട്ടികളോട് പറയാറുണ്ട്, അല്ലെങ്കിൽ വൈഫിനോട് പറയാറുണ്ട്, കുറച്ച് സമയം അവരുടെ കൂടെ ഇരിക്കാൻ പറ്റണം. നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് എന്തും പറയാൻ പറ്റണം, എന്തും പറയാൻ പറ്റണം. ഈ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് പറ്റണം. രാവിലെ പോകുമ്പോൾ അവനൊരു ഉമ്മ കൊടുത്ത് പറഞ്ഞേക്കണം. ഇതേ വേണ്ടു, ഇതേ മനുഷ്യന് വേണ്ടു. ബാക്കിയൊക്കെ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് നമ്മൾ ഇരിക്കണം. ഇത് ഇങ്ങനെ ഒരു ഇന്ന് പറഞ്ഞ കാര്യം കുറച്ച് വീട്ടമ്മമാരെ കൂടി ഇരിക്കണം. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഇരിക്കണം. ഇരുന്ന് സംസാരിക്കണം. അപ്പൊ ഓരോരുത്തർക്കും പറയാനുള്ളത് പറയും. അവർക്ക് അനുഭവിക്കുന്ന പോസിറ്റീവ്. ഒരു കുട്ടിയോട് ചോദിച്ചു നിനക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ അനുഭവം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു രാത്രി ഏതാണ്ട് ഒരു 19 വയസ്സുള്ള ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു മോനാണ് വളാഞ്ചേരി MBS കോളേജില്. അവൻ പറഞ്ഞു രാത്രി ഞാൻ 10 മണിക്ക് ഫോണിൽ ഇങ്ങനെ അമർത്തി കളിക്കുകയായിരുന്നു. അപ്പൊ അടുക്കളയിൽ നിന്ന് പാത്രം വീണ ശബ്ദം കേട്ടു. അടുക്കളയിൽ ചെന്നപ്പോ അമ്മ ഇങ്ങനെ ചുമരിൽ കൈകുത്തി നിൽക്കുന്നുണ്ട്. പാത്രം താഴെ വീണ് പൊട്ടിയിട്ടുണ്ട്. അമ്മ ഞാൻ കഴുകി തരാമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ കരയാൻ തുടങ്ങി. ഇപ്പോഴെങ്കിലും എന്റെ മോൻ എന്നെ ഒന്ന് മനസ്സിലാക്കിയല്ലോ. അപ്പൊ മോനും കരയാൻ തുടങ്ങി. അമ്മയും മോനും കൂടി കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എന്തിനാ കരഞ്ഞത്? 19 വയസ്സായിട്ടും എൻ്റെ അമ്മ രാവിലെ എനിക്ക് ചായ ഉണ്ടാക്കി തരുന്നു, ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, എൻ്റെ അടിവസ്ത്രം പോലും കഴുകി വെക്കുന്നു. രാത്രി 10:30 മണിക്ക് എൻ്റെ എച്ചിൽ കഴുകിക്കൊണ്ടിരിക്കുന്ന അമ്മയെ ഞാൻ കാണുന്നത് ഇപ്പോഴാണ്. മകനെ കൂട്ടണം, പാത്രം കഴുകാൻ, അലക്കാൻ അവനെ തന്നെ പഠിപ്പിക്കണം, വീട് തൂത്തുമാരണം. ഒരു സൺഡേ ഒഴിവുള്ളപ്പോൾ 1 മണിക്കൂർ അച്ഛനും അമ്മയും മക്കളും കൂടി ഒരു പാട്ടൊക്കെ വെച്ച് വീട് അടിച്ച് വൃത്തിയാക്കാൻ കൂടണം. വലിയ യൂണിവേഴ്സിറ്റി വലിയ ഇത് ഒരുങ്ങണം. വീട്ടിൽ പ്രായമുള്ള ഒരാളുണ്ടെങ്കിൽ അച്ഛനും അമ്മയും അവരെടുത്ത് പോയി സ്നേഹത്തോടെ ഇരിക്കുന്നത് മക്കൾ കാണണം. അങ്ങനെ കാണണം. ഒരു വീട്ടിലുണ്ടായ ഒരു അനുഭവം, തറവാട്ട് വീട്ടില് വലിയമ്മ വീണ് കാലുകൊട്ടി കിടപ്പിലായപ്പോ അവരുടെ പേരക്കുട്ടി പറയുന്ന ഭാര്യനോട് നമുക്ക് വലിയമ്മ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടാലോ എന്ന്. അയാളും ഭാര്യയും കൂടി പ്രായമായ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഇവര് രാവിലെ ആവുമ്പോൾ മക്കളും ഇവരും കൂടി ചേർന്ന് ആ അമ്മയെ കുളിപ്പിച്ച് വൃത്തിയാക്കി പാട്ടൊക്കെ പാടി ഉഷാറാക്കിയിരിക്കും. ഇന്നത്തെ കുട്ടികൾ സ്കൂളിലും കോളേജിലും പോകുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവരത് ചെയ്യാൻ കൂടുതൽ ടെൻഡൻസി വരുന്ന ഒരു ഏജാണ്. നമ്മൾ ഫയറൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫയർ ചെറിയ പ്രായത്തിൽ പറയും പാരൻസ് ഒക്കെ അത് ചൂടാണ് തൊടരുത്. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും തൊട്ടിട്ടുണ്ടാകും, അതിൻ്റെ ചൂട് അറിയുമ്പോഴാണല്ലോ നമുക്ക് അതെന്താണെന്ന് അറിയുന്നത്. പക്ഷേ ലഹരി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെ അവയർനെസ് കൊടുക്കുക? അപ്പോൾ എനിക്കൊരു അനിയനുണ്ട് 9 വയസ്സാണ്. അപ്പോൾ അവനോട് ഞാൻ എന്താ പറയുക, ഇപ്പോൾ 9-12 ഇയേഴ്സിലൊക്കെ ആണല്ലോ.
പല കേസും നമ്മൾ കേൾക്കുന്നത്. നമ്മൾ ആ ഒരു ഏജിൽ ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല, പക്ഷേ ഇൻ കേസ് അത് കൊടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കും? കറക്റ്റ് അവർ പോസ്റ്റർ പോലെ ഇതൊക്കെ വെച്ചിട്ട് പിന്നീട് പാരന്റ്സ് പറയാൻ തുടങ്ങി കുട്ടികൾക്ക് ഇതൊക്കെ എന്താണ്, ഇത് ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനുള്ള. ഇപ്പൊ അതൊന്നും ഹൈഡ് ചെയ്തിട്ടാണ് അവർ പറയുന്നത്. അപ്പൊ ഇത്രയും ചെറിയ കുട്ടികളോട് നമ്മൾ അവർ സ്നേഹിച്ചാൽ മതി, ഇതൊന്നും ഇപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവരിനെ വാച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഇപ്പോൾ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രേമുണ്ട്, ഒന്നല്ല LKG അംഗൻവാടിയിൽ വരെ അവർ പ്രേമിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഇതിന്റെ ലവറാണ്, ഇതിന്റെ ലൈനാണ് എന്നൊക്കെ കുട്ടികൾ പറയണ ആ ഒരു സ്റ്റേജിലേക്ക് കുട്ടികളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ റെസ്പോൺസ് വരുന്ന ഒരു സമയം വരുമ്പോൾ മാത്രം ഇതൊക്കെ പറഞ്ഞോട്ടെ. ഇപ്പൊ അവര് ശരിക്കും സ്നേഹിച്ച് കൊഞ്ചിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നജീബ് പറഞ്ഞ നേരത്തെ WHന്റെ കോഴ്സൊക്കെ കഴിഞ്ഞ ആളാണ് ഞാൻ 3 ദിവസം ഇല്ലേല്. അപ്പോൾ എനിക്കും സങ്കടം വരുമ്പോൾ ഞാൻ ഹോം കെയറിനാണ് പോവുക. ഈ പറഞ്ഞ പോലെ ആ വണ്ടിയിലൊന്ന് കയറിപ്പോയി ഒരു 5 or 6 രോഗികളെടുത്ത് എത്തിയാൽ നമുക്ക് മനസ്സിലാവും ഇത് കുറച്ച് പ്രശ്നമാണ്, നമുക്കുള്ള ഒന്നും അല്ല എന്നുള്ളത്. അതിനപ്പുറം ഇതൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പൊ മോള് ചോദിച്ച പോലെ നമ്മൾ ആ ഒരു ഏജ്, ഇപ്പൊ ഞാനൊക്കെ ഡീൽ ചെയ്യണത് 16, 17, 18 വയസ്സുള്ള കുട്ടികളാണ്. ഇവരല്ല പ്രശ്നക്കാര് സത്യത്തില്. കുട്ടികൾ നമ്മൾ പറയണൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ തന്നെ അവന്റെ ഉപ്പയാണ് കൊടുത്തു വിടുന്നത്. ഉപ്പ കൊടുത്തയച്ചിട്ട് ഇതൊന്ന് വിറ്റ് കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഫ്രണ്ട്സിനെ ആ ലെവലിലേക്ക് കുട്ടികളെ മാറ്റുന്നത് ഈ ഒരു മിഡിൽ ജനറേഷൻ. ഇവരാണ് യഥാർത്ഥത്തിൽ നമ്മൾ രണ്ടും അനുഭവിച്ചു. പഴയ സുഖം കണ്ടവരാണ് ഇപ്പൊ ഉള്ളവരിനെ കുറ്റം പറയാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന കുറച്ച് ഒരു മിഡിൽ ടീമുണ്ട്, ഞാനടക്കം. നജീബ് പറഞ്ഞ അതേ റേഞ്ചിൽ ഞാൻ പറയാണ്, നമ്മൾ തന്നെ ശരിയല്ല എന്ന് നമുക്ക് സ്വയം തോന്നിക്കഴിഞ്ഞാൽ നന്നാവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് എവിടം വരെ എത്തണം എന്നുള്ള വലിയൊരു ചോദ്യമാണ്. അപ്പൊ ഇത്രയും ചെറിയ കുട്ടീനെ ആ കുട്ടി എന്തുകൊണ്ടാ കളിക്കുന്നത് നോക്കുക. കഴിയുന്നതും മൊബൈൽ കൊടുക്കാതിരിക്കുക. കുട്ടി കളിക്കുന്ന ടോയ്സ് ആണെങ്കിൽ കുട്ടിക്ക് ഈ വക ഒരു ചിന്തയും വരൂല. എന്റെ അടുത്തുണ്ട് 14 വയസ്സുള്ള ഒരാള്. അപ്പൊ അവരിനെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും ഇവന്റെ ചെറിയ ചേഞ്ചസ്. ഇപ്പൊ അവരുടെ ഏറ്റവും വലുത് എന്താ, ജിമ്മിന് പോകണം. അപ്പൊ അവരെ വിട്ടുകൊടുക്കുക മാക്സിമം. ആവശ്യങ്ങൾ കുറെ നോ പറയുമ്പോൾ, ഇവിടെ സാറ് പറഞ്ഞ പോലെ തന്നെയാണ്, നോ പറയുമ്പോൾ അവർക്ക് ഇത് എവിടുന്നാണോ യെസ് കിട്ടുന്നത് അങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇപ്പൊ ഇവിടെ ടീച്ചേഴ്സ് ഉണ്ടോന്ന് അറിയില്ല, പോയോന്നാണ് എന്റെ സംശയം. 99% ടീച്ചർമാരും ഇതിന് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ആ റേഞ്ചിൽ ചിന്തിക്കുന്നവരാണെന്ന് ഞാൻ പറയും. നമ്മുടെ മലപ്പുറം കേരളത്തിലെ ഒരു മുഖ്യ സംഘാടകനാണ്, അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ ക്ലബിന്റെ ലോഗോ നിലവാരത്തിലുള്ള ഒരു ക്ലബിന്റെ അറിയപ്പെടുന്നയാൾ എന്ന നിലക്ക് അദ്ദേഹത്തിന് അത് ഫലപ്രദമായി ചെയ്യാൻ കഴിയും. OSA അതുമായി സഹകരിക്കും. OSAയുടെ പ്രധാനമായ ഒരു മുഖ്യ കണ്ണിയാണ് അദ്ദേഹം. അത് നമുക്ക് അടുത്ത ഘട്ടമായി അത് നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ കൗൺസിലിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അതും നമുക്ക് ചെയ്യാം. പിന്നെ ലവ് ആൻഡ് കെയർ നമ്മളൊക്കെ സംസാരിച്ചതാണ്. ഇനി കൂടുതലായി ഒന്നും ഇതെല്ലാം ക്രോഡീകരിച്ച് അടുത്ത ഘട്ടത്തിൽ നമ്മൾ 1 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പൂർവ്വ വിദ്യാർത്ഥി സംഘടന അടുത്തത് നമ്മൾ പ്രചരണ പ്രവർത്തനങ്ങളുമായി ഈ 1 വർഷം നിരന്തരം പരിപാടികളുമായി നമുക്ക് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാവർക്കും ഏതെങ്കിലും നിലയ്ക്ക് ലഹരി നന്ദി പറയുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, നമ്മുടെ ചുറ്റുപാടിലുണ്ട്, നമ്മുടെ കുടുംബത്തുണ്ട് എങ്കിൽ നമുക്ക് ഇല ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് അത് അവിടെ ഇതിൻ്റെയൊക്കെ ആളപ്പം നജീബ് ഉണ്ട്, സുൽഫിയുണ്ട്, നമ്മളെല്ലാം ഓരോരുത്തരും ഇതിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരുമായൊക്കെ ബന്ധപ്പെടാം. അതുപോലെ തന്നെ അവർക്ക് ഏതെങ്കിലും നിലക്ക് അവരുടെ ഒരു ചികിത്സ അല്ലെങ്കിൽ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഒരു കരുതൽ, ഒരു സ്നേഹം കിട്ടാത്ത ആളുകൾ അതുകൊണ്ട് മാത്രം അവർ ലഹരിയിലേക്ക് വഴിമാറിപ്പോയി എന്ന് വരാൻ പാടില്ല. നമ്മുടെ പ്രദേശത്ത് നമുക്ക് എന്ത് തന്നെയായാലും അതിനെല്ലാം സഹായം ചെയ്യാൻ ഇലാ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം നമ്മുടെ രാജ്യത്ത് തന്നെ, നമ്മുടെ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു സംവിധാനമാണ് നമുക്ക് കുറ്റിപ്പുറത്ത് ഉണ്ട്. അത് നമുക്ക് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. നജീബിക്കരെ പോലെയുള്ള ആളുകൾ അതിൻ്റെ കാര്യദർശികളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സംരക്ഷണവും അവിടെ കിട്ടും എന്ന് മാത്രം പറയാൻ. ദേശീയ ഗാനത്തോടു കൂടി വേണം നമുക്ക് പിരിയാൻ. ഇതിനെ കൺക്ലൂഡ് ചെയ്ത് ഔപചാരികമായി ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഒരു നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഇലാ ഫൗണ്ടേഷൻ്റെ മുഖ്യമായ സംഘാടകൻ ശ്രീ ഹമീദ് കക്കാട്ടിൽ അവർകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപസംഹാര പ്രസംഗത്തോടു കൂടി നമുക്ക് താൽക്കാലികമായി ഈ
പ്രോഗ്രാം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കണം. ഇനിയുള്ള പരിപാടികൾ ആ രൂപത്തിലേക്ക് മാറ്റാം. ഇത് പൊതുവായി പബ്ലിക്കായിട്ട് നടത്തണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ വെച്ചത്. ഇത് ഒരു അവയർനെസ് എന്നുള്ള നിലക്ക് തന്നെയാണ്. നമുക്ക് അടുത്ത പരിപാടി അങ്ങനെ സംഘടിപ്പിക്കാം. വളരെ രാജേഷ് സാറൊക്കെ വളരെ നന്നായി ആയാലും എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഔപചാരികമായി രേഖപ്പെടുത്തുന്നതിന് ബഹുമാനനായ ഹമീദ് കെ ആദരപുറിച്ചു. ആലോചിച്ചു പോകുന്ന രണ്ട് കാര്യങ്ങൾ. നമ്മൾ ഇന്ന് ഇങ്ങോട്ട് പോരുമ്പോഴേ നമ്മൾ കുറേ ഇതുപോലെയല്ല നിറയെ ഇവിടെ ആളുകളുണ്ടായിരുന്നു. ഇവരൊക്കെ ഒരുപാട് മണിക്കൂറുകളോളം പുറത്ത് ഈ വെയിൽ താഴാൻ വേണ്ടിയിട്ട് കാത്തു നിന്നിട്ടാണ് ഇതിനകത്ത് കയറിയിരുന്നത്. അത്രയും ക്ഷമയോട് കൂടിയിട്ടാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് നമ്മളടങ്ങുന്ന നാട്ടുകാരിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. കുറേ പേര് വളരെയധികം വ്യാകുലതയോട് കൂടിയിട്ടും കുറേ പേര് വളരെയധികം പ്രതീക്ഷകളോട് കൂടിയിട്ടുമായിരുന്നു ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് വളരെ നല്ല പ്രഗത്ഭരായ 3-4 പാനലിസ്റ്റുകൾ നമുക്ക് ലഭ്യമായി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഇന്നത്തെ ഒരു ഭാഗ്യം. ഇവിടുന്ന് നമ്മുടെ ജഡ്ജി ആയിട്ടുണ്ടായിരുന്ന ഷാബിർ സാറും അതേപോലെ രാജേഷ് സാറും പിന്നെ നമ്മുടെ നാട്ടുകാരും നമ്മുടെയൊക്കെ കണ്ണിലുണ്ണിയായിട്ടുള്ള നജീബും ഷാഹിന ടീച്ചറും എല്ലാം നമുക്ക് അറിയാവുന്ന ആളുകളായി മാറി. എല്ലാവരും വളരെ നല്ല രീതിയിൽ നമുക്ക് വേണ്ട ബാക്കിങ്സ് ഒക്കെ തന്നു, നമുക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തന്നു, നമുക്ക് വേണ്ട ഗൈഡൻസ് തന്നതിലൂടെയാണ് നമ്മൾ ശരിക്കും ഒരു കാര്യം മനസ്സിലാക്കിയുള്ളത്. നമുക്ക് ഏത് വിപത്തിനും നേരിടാനായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള 2 ആയുധങ്ങൾ നമ്മുടെ സ്നേഹവും നമ്മുടെ കരുതലും തന്നെയാണ്. അത് എല്ലാവരും ഒരേപോലെ നമുക്ക് അരക്കിട്ട് ഉറപ്പിച്ച് തന്നിട്ടുണ്ട്. ആ ഒരു ഉറപ്പിന്റെ വീതായിരിക്കും നമ്മൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. നമ്മൾ തന്നെ സ്വയം നമ്മളുടെ ഓരോരുത്തരും കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മൾ അടുത്ത നമ്മുടെ പ്രോഗ്രാമിലോട്ട് നമ്മൾ വരാൻ അവതരിപ്പിച്ച് ഞങ്ങളൊക്കെ കുറേയും കൂടി അവയർഡാക്കി മാറ്റി തന്ന എല്ലാ പാനലിസ്റ്റുകളോടും ഞാൻ ഈ ഒരു OSAയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഇതുവരെ ഇതെല്ലാം കേട്ട് ഇതിൽ വളരെയധികം സജീവമായി പങ്കെടുത്ത നമ്മുടെ നാട്ടുകാരോടും ഇനിയും തുടർന്നുള്ള പരിപാടികൾ നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൊണ്ട് തുടർന്നുള്ള പരിപാടികളിലോടും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ദേശീയ ഗാനത്തോടുകൂടി നമുക്ക് നിർത്താം.